നമസ്കാരം. 2026 ആദ്യ 6 മാസത്തിനിടെ ഇന്ത്യയിൽ 500-ലധികം ഭർത്താക്കന്മാർ കൊല്ലപ്പെടുകയോ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആത്മഹത്യ ചെയ്യുകയോ ചെയ്തതായി റിപ്പോർട്ട്. ഗുരുഗ്രാം ആസ്ഥാനമായ ഏകം ന്യായ് ഫൗണ്ടേഷനാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയത്. ഈ റിപ്പോർട്ട് പ്രകാരം 6 മാസത്തിനിടെ 554 ഭർത്താക്കന്മാരാണ് ഇത്തരത്തിൽ മരണമടഞ്ഞിരിക്കുന്നത്. ജൂലൈ 14 വരെ വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച സംഭവങ്ങൾ ശേഖരിച്ചാണ് പഠനം തയ്യാറാക്കിയതെന്ന് സംഘടന വ്യക്തമാക്കുന്നു. ഇത് ഔദ്യോഗിക സർക്കാർ കണക്കല്ലെന്നും അതുപോലെ തന്നെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത സംഭവങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ യഥാർത്ഥ മരണസംഖ്യ ഇതിലും കൂടുതലാകാമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയിൽ ഓരോ ദിവസവും ശരാശരി 2 ഭർത്താക്കന്മാർ വീതം കൊല ചെയ്യപ്പെടുകയും 1-ലധികം പേർ ആത്മഹത്യ ചെയ്യുന്നുണ്ടെന്നുമാണ് ഈ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. കൊലപാതകങ്ങൾക്ക് പിന്നിലെ പ്രധാന കാരണം പങ്കാളികളുടെ വിവാഹേതര ബന്ധങ്ങളാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. രേഖപ്പെടുത്തപ്പെട്ട 322 കൊലപാതകങ്ങളിൽ 194 എണ്ണവും വിവാഹേതര ബന്ധങ്ങളെ തുടർന്നുള്ളതായിരുന്നു. ഇത്തരം ബന്ധങ്ങളെ ഭർത്താവ് എതിർക്കുമ്പോൾ ഭാര്യമാർ കാമുകന്മാരുമായി ചേർന്ന് ഭർത്താക്കന്മാരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതായിട്ടാണ് ഭൂരിഭാഗം കേസുകളിലെയും ആരോപണം. വിഷം നൽകുക, ജീവനോടെ കത്തിക്കുക, ഷോക്കടിപ്പിക്കുക, ശ്വാസം മുട്ടിക്കുക, മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചു മൂടുക തുടങ്ങിയ ക്രൂരമായ മാർഗങ്ങളാണ് ഈ കൊലപാതകങ്ങളിൽ അവലംബിച്ചിരിക്കുന്നത്. വിവാഹേതര ബന്ധങ്ങൾക്ക് പുറമെ 88 കൊലപാതക കേസുകൾക്ക് പിന്നിൽ സാമ്പത്തിക തർക്കങ്ങളും കുടുംബ വഴക്കുകളുമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ചെയ്ത 232 ആത്മഹത്യാ കേസുകളിൽ ഭൂരിഭാഗവും നീണ്ടുനിന്ന ദാമ്പത്യ തർക്കങ്ങൾ മൂലമുണ്ടായതാണ്. ഭാര്യമാരുടെയോ അവരുടെ വീട്ടുകാരുടെയോ ഭാഗത്തു നിന്നുണ്ടായ പീഡനങ്ങൾ കാരണം 57 പേരും വിവാഹേതര ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാൽ 29 പേരും ജീവിതം അവസാനിപ്പിച്ചു. വ്യാജ കേസുകളും കുട്ടികളെ കാണാൻ അനുവദിക്കാത്തത് മൂലമുള്ള മാനസിക വിഷമങ്ങളും മറ്റ് ആത്മഹത്യകൾക്ക് കാരണമായി. പലരും തങ്ങൾ നേരിട്ട ക്രൂരമായ പീഡനങ്ങൾ വിവരിക്കുന്ന ആത്മഹത്യാക്കുറിപ്പുകളോ വീഡിയോകളോ ബാക്കി വെച്ചിട്ടാണ് ജീവൻ ഒടുക്കിയിട്ടുള്ളത്. ഈ വർഷം രേഖപ്പെടുത്തപ്പെട്ടതിൽ വെച്ച് ഏറ്റവും ദാരുണമായ 25 കേസുകൾ ഫൗണ്ടേഷൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഭർത്താക്കന്മാരെ കഴുത്തിറക്കുക, കഷ്ണങ്ങളാക്കി മുറിക്കുക, വിഷം കൊടുക്കുക, വീടിൻ്റെ തറക്കടിയിൽ കുഴിച്ചു മൂടുക, ജീവനോടെ കത്തിക്കുക, മലയിടുക്കുകളിലേക്ക് തള്ളിയിടുക, അല്ലെങ്കിൽ ഭാര്യമാരും അവരുടെ കാമുകന്മാരും ചേർന്നുള്ള ഗൂഢാലോചനകളിലൂടെ കൊലപ്പെടുത്തുക തുടങ്ങിയ സംഭവങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് ഫൗണ്ടേഷൻ പറയുന്നു. തങ്ങൾ നേരിട്ട നീണ്ടുനിന്ന പീഡനങ്ങൾ, ഗാർഹിക പീഡനം, വ്യാജ ക്രിമിനൽ കേസുകൾ, കുട്ടികളെ കാണാൻ അനുവദിക്കാത്തതുമായി ബന്ധപ്പെട്ട അവസ്ഥകളെല്ലാം തന്നെ പലരും ആത്മഹത്യാക്കുറിപ്പിലോ അതിനു മുമ്പുള്ള വീഡിയോ റെക്കോർഡിങ്ങിലോ തെളിവായി അവശേഷിപ്പിച്ചിട്ടുണ്ടെന്നും ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഭർത്താക്കന്മാരുടെ കൊലപാതകങ്ങളും ആത്മഹത്യകളും രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശിലാണ്. 93 കൊലപാതക കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ 103 ആത്മഹത്യാ കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളും തൊട്ടു പിന്നിലുണ്ട്. ഇതൊരു ഔദ്യോഗിക സർക്കാർ വിവരമല്ല, മറിച്ച് മാധ്യമ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ്. ഇത്തരം പല സംഭവങ്ങളും മാധ്യമങ്ങളിൽ വരാറില്ല. കൂടാതെ ഭർത്താക്കന്മാരുടെ കൊലപാതകങ്ങളോ പുരുഷന്മാർ നേരിടുന്ന ഗാർഹിക പീഡനങ്ങളോ ശേഖരിക്കുന്നതിനുള്ള ഔദ്യോഗിക ദേശീയ ഡേറ്റാബേസ് ഇന്ത്യയിൽ നിലവിലില്ലാത്തതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിലും വളരെ വലുതായിരിക്കാമെന്ന് ഏകം ന്യായ് ഫൗണ്ടേഷൻ വ്യക്തമാക്കുന്നു. പ്രതിശ്രുത വധുവും കാമുകനും ചേർന്ന് കേതൻ അഗർവാൾ എന്ന യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരുന്നുവെന്നും എന്നാൽ സമാനമായ ദാരുണ സംഭവങ്ങൾ രാജ്യത്ത് നിത്യേന നടക്കുന്നുണ്ടെന്നും ഏകം ന്യായ് ഫൗണ്ടേഷൻ സ്ഥാപക ദീപിക നാരായൺ ഭരദ്വാജ് പറയുന്നു. പുരുഷന്മാർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ കൃത്യമായി തരംതിരിക്കാൻ ഔദ്യോഗിക സംവിധാനമില്ലാത്തത് ഈ പ്രശ്നത്തിന്റെ യഥാർത്ഥ വ്യാപ്തി പുറത്തു കൊണ്ടുവരുന്നതിന് തടസ്സമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതേസമയം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിൽ ആത്മഹത്യാ മരണങ്ങളിൽ 72.8% പുരുഷന്മാരുടേതാണ്. ഇത് വെറും ഒരു എണ്ണം മാത്രമല്ല, അടിയന്തര ശ്രദ്ധ ആവശ്യമുള്ള ഒരു പൊതുജനാരോഗ്യ പ്രതിസന്ധിയാണെന്ന് മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സാമൂഹികവും മാനസികവും സാമ്പത്തികമായ നിരവധി ഘടകങ്ങൾ ഇത്തരത്തിൽ ആത്മഹത്യയ്ക്ക് പിന്നിലുണ്ട്. ഭയം, ദുഃഖങ്ങൾ, മാനസിക പ്രയാസങ്ങൾ ഇവയൊന്നും സംസാരിക്കാൻ പാകത്തിൽ സുരക്ഷിതമായ ഇടങ്ങളില്ലാതെ പോകുന്നതും ഇതിന് കാരണമാണ്. വൈകാരികമായ പിന്തുണയില്ലാതെ വരുമ്പോൾ വിട്ടുമാറാത്ത സമ്മർദ്ദം, ഉത്കണ്ഠ രോഗങ്ങൾ, വിഷാദം എന്നിവയും ആത്മഹത്യ ചിന്തയ്ക്ക് കാരണമാകുന്നുവെന്നും മാനസികാരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.